ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന 3 വാക്കുകൾ. ഓൾറെഡി, സ്റ്റിൽ, എറ്റ്. ഓൾറെഡി, സ്റ്റിൽ, എറ്റ്. നമ്മൾ സാധാരണയായിട്ട് നിരന്തരം ഉപയോഗിക്കുന്ന 3 വാക്കുകളാണ് ഓൾറെഡി, സ്റ്റിൽ, എറ്റ്. എന്നാൽ ഈ വാക്കുകൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ നിരന്തരം കാണുന്ന വാക്കുകളാണ്, പക്ഷേ പല ആളുകൾക്കും അറിയില്ല ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 3 വാക്കുകളും എവിടെയാണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ 3 വാക്കുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു ടൈം പീരീഡ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു സമയം, കാലഘട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതല്ലാതെയും ഉപയോഗിക്കുന്ന രീതികളുണ്ട്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക ടൈം പീരീഡ്, കാലഘട്ടം കാണിക്കാൻ വേണ്ടി ഈ 3 വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ വാക്കെന്ന് പറയുന്നത് ഓൾറെഡി ആണ്. ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ കഴിഞ്ഞു പോയ ഒരു സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നത്. നേരത്തെ തന്നെ, മുൻകൂട്ടി തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള, കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഓൾറെഡി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്: ഞാൻ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ തന്നെ അങ്ങോട്ട് പോയിട്ടുള്ളതാണ്, ഞാൻ മുമ്പ് തന്നെ അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഇതിനകം തന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകം തന്നെ, നേരത്തെ തന്നെ, മുമ്പ് തന്നെ, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നിടത്താണ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ വാക്ക് നമ്മൾ കേൾക്കുന്ന സമയത്ത്, ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് മലയാളത്തിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരാം എന്ന് നമ്മൾ ആദ്യം നോക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഓൾറെഡി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ എങ്ങനെ പറയാണ്: എനിക്കിനി ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ നേരത്തെ തന്നെ ഡിന്നർ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി ഭക്ഷണമൊന്നും വേണ്ട. ഇത് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് നൗ. ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് നൗ ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി ഹാഡ് ഡിന്നർ. ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി ഹാഡ് ഡിന്നർ. ഞാൻ മുമ്പ് തന്നെ, നേരത്തെ തന്നെ ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി ഭക്ഷണമൊന്നും വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് നൗ. എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട. കാരണം എന്താണ്? ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി ഹാഡ് ഡിന്നർ. ഞാൻ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായോ ഓൾറെഡി നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ നേരത്തെ തന്നെ അവളോട് പറഞ്ഞതാണ്, പക്ഷേ അവൾ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. ഞാൻ നേരത്തെ തന്നെ അവളോട് പറഞ്ഞതാണ്, പക്ഷെ അവൾ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഹെർ. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഹെർ ബട്ട് ഷീ വോണ്ട് ലിസൺ ടു മീ. ബട്ട് ഷീ വോണ്ട് ലിസൺ ടു മീ. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ഹെർ. ഞാൻ നേരത്തെ തന്നെ അവളോട് പറഞ്ഞു, പക്ഷേ ഷീ വോണ്ട് ലിസൺ ടു മീ. പക്ഷേ അവൾ ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. ഞാൻ നേരത്തെ തന്നെ അവളോട് പറഞ്ഞതാണ്, പക്ഷെ ഞാൻ പറഞ്ഞൊന്നും അവൾ കേൾക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ പറയാണ്: അവൾ നേരത്തെ തന്നെ അവളുടെ പാക്കേജൊക്കെ അയച്ചിട്ടുണ്ട്. അവൾ നേരത്തെ തന്നെ അവളുടെ പാക്കേജ് അയച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഓൾറെഡി ഡിസ്പാച്ച്ഡ് ഹെർ പാക്കേജ്. ഷീ ഹാസ് ഓൾറെഡി ഡിസ്പാച്ച്ഡ് ഹെർ പാക്കേജ്. അവൾ മുമ്പ് തന്നെ, ഇതിനോടകം തന്നെ, അല്ലെങ്കിൽ നേരത്തെ തന്നെ അവളുടെ പാക്കേജ് അയച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഓൾറെഡി ഡിസ്പാച്ച്ഡ് ഹെർ പാക്കേജ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്റ്റിൽ എന്നുള്ള വേർഡാണ്. സ്റ്റിൽ. ഓക്കെ, ഈ സ്റ്റിൽ എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കാലഘട്ടം പറയാൻ വേണ്ടി, ഇപ്പോൾ ഉള്ള ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയാൻ, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്: ഞാൻ 4 വർഷം മുമ്പ് മുംബൈയിലേക്ക് താമസം മാറ്റിയതാണ്, ഇപ്പോഴും ഇവിടെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഇവിടെയാണ് ജീവിക്കുന്നത്. 4 വർഷം മുമ്പ് ഞാൻ മുംബൈയിലേക്ക് താമസം മാറ്റിയതാണ്, ഇപ്പോഴും ഇവിടെയാണ് ജീവിക്കുന്നത്. ആ ഇപ്പോഴും എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ സെൻറ്റൻസ് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. I moved to Mumbai 4 years ago. I moved to Mumbai 4 years ago and still live here. Still live here. I moved to Mumbai 4 years ago. ഞാൻ 4 വർഷം മുമ്പ് മുംബൈയിലേക്ക് താമസം മാറ്റിയതാണ്. And I still live here. ഞാൻ ഇപ്പോഴും ഇവിടെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഇവിടെയാണ് ജീവിക്കുന്നത്. യെസ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ സ്റ്റിൽ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്: ഞാൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴും നേരത്തെ തുടങ്ങി കാത്തിരിപ്പാണ്, ഇപ്പോഴും അവന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അല്ലേ? ഐ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഹെർ. ഐ സ്റ്റിൽ
വെയിറ്റിംഗ് ഫോർ ഹെർ. ഞാൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഐ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഹിം. ഞാൻ ഇപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്റ്റില്ലാണ് ഉപയോഗിച്ചത്. ടീനേജേഴ്സൊക്കെ ചിന്തിക്കുന്നതാണ്, അവരൊരുപാട് വലുതായിട്ടുണ്ട്, പക്ഷെ അവരുടെ മാതാപിതാക്കൾ അവരെ പരിഗണിക്കുന്നില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവർ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, അവർ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോഴും ചെറിയൊരു കുട്ടിയാണെന്നാണ്. അവർ വിചാരിക്കുന്നത് ഞാനിപ്പോഴും ചെറിയൊരു കുട്ടിയാണെന്നാണ്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ദേ തിങ്ക് ഐ എം സ്റ്റിൽ എ ചൈൽഡ്. ദേ തിങ്ക് ഐ എം സ്റ്റിൽ എ ചൈൽഡ്. അവർ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് എന്നാണ്. സ്റ്റിൽ എ ചൈൽഡ്, ഇപ്പോഴും ഒരു കുട്ടിയാണ് എന്നാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ സ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് യെറ്റ് എന്നുള്ള വേർഡാണ്. യെറ്റ്. ഓക്കെ, യെറ്റ് എന്നുള്ള വേർഡ് നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. യെറ്റ് എന്ന വേർഡ് നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും എന്ന അർത്ഥത്തിലും ഇതുവരെ എന്ന അർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നിട്ടും അതുപോലെ തന്നെ ഇതുവരെ, ഈ രണ്ടർത്ഥത്തിലും നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യെറ്റ് ഉപയോഗിക്കും എന്നാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യെറ്റ് ഉപയോഗിക്കും. അപ്പോൾ എന്നിട്ടും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ ഇതുവരെ എന്ന അർത്ഥത്തിൽ നമ്മൾ യെറ്റ് ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് രീതിയും ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ കഥയെക്കുറിച്ച് നീ എന്നോട് പറയരുത്, ഞാൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ഐ ഹാവിൻറ്റ് സീൻ ദാറ്റ് മൂവി യെറ്റ്. I haven't seen that movie yet, so don't tell me how it ends. അതുകൊണ്ട് അത് എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് എന്നോട് പറയരുത്. So don't tell me how it ends. I haven't seen that movie yet. ഞാൻ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല. So don't tell me how it ends. എങ്ങനെയാണ് അത് അവസാനിക്കുന്നതെന്ന് എന്നോട് പറയരുത്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് എന്നോട് പറയരുത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യെറ്റ് ഉപയോഗിക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. നമ്മൾ ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു വാചകം എങ്ങനെയായിരുന്നു? സ്കൂളുകൾ ഇതുവരെ തുറന്നിട്ടില്ല, അല്ലെങ്കിൽ സ്കൂൾ ഇതുവരെ തുറന്നിട്ടില്ല. യെസ്, ഇതുവരെ തുറന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ പറയുകയാണെങ്കിലും യെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സ്കൂൾ ഹാസ് നോട്ട് യെറ്റ് ബീൻ ഓപ്പൺഡ്. സ്കൂൾ ഹാസ് നോട്ട് യെറ്റ് ബീൻ ഓപ്പൺഡ്. സ്കൂളുകൾ ഇതുവരെ തുറന്നിട്ടില്ല. സ്കൂൾ ഹാസ് നോട്ട് യെറ്റ് ബീൻ ഓപ്പൺഡ്. ഇങ്ങനെയാണ് ആ വാചകം പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി യെറ്റ് ഉപയോഗിക്കുന്ന മറ്റൊരു രീതി നമ്മൾ പറഞ്ഞിരുന്നു, എന്നിട്ടും. എന്നിട്ടും എന്നിട്ടും എന്ന് പറയുന്നിടത്ത് നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു കാലഘട്ടത്തെക്കുറിച്ചല്ല പറയുന്നത്, എന്നാലും എന്നിട്ടും എന്ന രീതിയിൽ നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടെ നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരാൾ പറയാണ്, എന്നിട്ടും ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നിട്ടും ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസിയാണ്. എങ്ങനെയാണത് ഇംഗ്ലീഷിൽ പറയുന്നത്? ആൻഡ് യെറ്റ് ഐ റിമെയിൻ വെരി ഓപ്റ്റിമിസ്റ്റിക്. ആൻഡ് യെറ്റ് ഐ റിമെയിൻ വെരി ഓപ്റ്റിമിസ്റ്റിക്. ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസി, നല്ല ശുഭമായ വിശ്വാസമുള്ള ആളുകൾ, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾ. ആൻഡ് യെറ്റ് ഐ റിമെയിൻ വെരി ഓപ്റ്റിമിസ്റ്റിക്. ആൻഡ് യെറ്റ് ഐ റിമെയിൻ വെരി ഓപ്റ്റിമിസ്റ്റിക്. എന്നിട്ടും. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ അവളോട് ഒരുപാട് തവണ പറഞ്ഞു, പക്ഷെ എന്നിട്ടും അത് സംഭവിച്ചു. ഞാൻ അവളോട് ഒരുപാട് തവണ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അത് സംഭവിച്ചു. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറയാറില്ലേ? യെസ്, ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിലോ, ഐ ഹാവ് ടോൾഡ് ഹെർ മെനി ടൈം. ഐ ഹാവ് ടോൾഡ് ഹെർ മെനി ടൈംസ് ആൻഡ് യെറ്റ് ഇറ്റ് ഹാപ്പൻഡ്. ആൻഡ് യെറ്റ് ഇറ്റ് ഹാപ്പൻഡ്. എന്നിട്ടും അത് സംഭവിച്ചു. ഐ ഹാവ് ടോൾഡ് ഹെർ മെനി ടൈംസ് ആൻഡ് യെറ്റ് ഇറ്റ് ഹാപ്പൻഡ്. എന്നിട്ടും അത് സംഭവിച്ചു. ഇവിടെ നമ്മൾ എന്നിട്ടും എന്നാണ് പറഞ്ഞത്, യെറ്റാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഈ രീതിയിൽ എന്നിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യെറ്റ് എന്ന വേർഡ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വാക്കുകളാണ് ഈ വീഡിയോയിൽ പഠിച്ചത്. ഓൾറെഡി, സ്റ്റിൽ, യെറ്റ്. ഓൾറെഡി നമ്മൾ പറയുന്നത് കഴിഞ്ഞു പോയൊരു കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഉപയോഗിക്കുന്നത്. അതുപോലെ സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ പ്രസൻറ്റിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ യെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഈ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും എന്നിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി നമുക്ക് വീണ്ടും